പ്രമോയിൽ കണ്ട ഫൈറ്റ് ഇപ്പോൾ ലൈവിൽ നടന്നിരിക്കുകയാണ്. ബിൻസി വന്നപ്പോൾ തൊട്ട് തന്നെ അനുമോളോട് പല കാര്യങ്ങൾ സംസാരിച്ച് ക്ലാരിഫൈ ചെയ്യണമെന്ന് കച്ചകെട്ടി നിൽക്കുകയായിരുന്നു. രാവിലെ തൊട്ട് അപ്പാനിയോട് ഈ കാര്യങ്ങളെല്ലാം അനുമോളോട് ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചു. ആ സമയം അപ്പാനി തടയുകയായിരുന്നു. എന്നാൽ രാത്രിയായപ്പോൾ രണ്ടും കൽപ്പിച്ച് ബിൻസി എല്ലാവരുടെ മുമ്പിൽ ഇരുത്തി അനുമോളോട് പല ചോദ്യങ്ങളും ചോദിക്കുകയായിരുന്നു. നീ എന്തിനാണ് എന്നെയും അപ്പാനിയെയും ചേർത്ത് പറഞ്ഞത്? ഇത് കേട്ടപ്പോൾ അനുമോൾ പറഞ്ഞു, എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് നീ അപ്പാനി അടുത്തിരിക്കുമ്പോൾ അവൻ്റെ കൈയെടുത്ത് നിന്റെ കയ്യിൽ വെക്കുന്നു, ഹോൾഡ് ചെയ്തിരിക്കുന്നു. ഇതെല്ലാം ഞാൻ പലതവണ കണ്ടിട്ടുണ്ട് എന്ന്. ഇത് കേട്ടപാടെ തന്നെ മറ്റുള്ള ഹൗസ്മേറ്റ്സ് എല്ലാവരും അനുമോൾക്ക് നേരെ തിരിഞ്ഞു. കൈ പിടിച്ചിരുന്നാൽ എന്താണ് കുഴപ്പമെന്നായിരുന്നു അവർ ചോദിച്ചത്. ഞങ്ങൾക്ക് അവർ കൈ ഹോൾഡ് ചെയ്ത് നിന്നപ്പോൾ ഒന്നും തോന്നിയിട്ടില്ലല്ലോ, പിന്നെ നിനക്ക് മാത്രം എന്താണ് അങ്ങനെ തോന്നുന്നതെന്ന് ചോദിച്ചു. അങ്ങനെയാണെങ്കിൽ നീ ഇവിടെ കാണിച്ചു കൂട്ടിയത് എന്തുവാ എന്ന് ബിൻസി ചോദിച്ചു. ഇച്ചായ എന്ന് വിളിക്കുന്നു, പല ഗസ്റ്റേഴ്സ് കാണിക്കുന്നു, പ്ലെയിൻ കിസ് കൊടുക്കുന്നു. ആ മൈജി കോർണറിലിരുന്ന് നീ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയിരിക്കുന്നത്? നിന്ന് കുണുങ്ങുകയായിരുന്നില്ലേ? അപ്പോൾ അതൊക്കെ എന്താണെന്ന് ചോദിച്ചു. ഇത് കേട്ടപ്പോൾ അനുമോൾ പറഞ്ഞു, അതെല്ലാം ഞാൻ തമാശക്ക് ചെയ്തതാണെന്ന്. അപ്പോൾ ബിൻസി പറഞ്ഞു, നീ കാണിക്കുന്നതെല്ലാം തമാശ, ഞങ്ങൾ കാണിച്ചാൽ അത് മോശമല്ലേ? നീ എന്ത് ചെയ്താലും നിന്നെ സപ്പോർട്ട് ചെയ്ത് താങ്ങി നിർത്താൻ കുറേ പിആറുകളുണ്ട്. നിന്റെ കഴിവ് കൊണ്ടല്ല നീ ഇവിടെ നിൽക്കുന്നത്. നീ ഇവിടെ വരെ എത്തിയത് നീ 15 ലക്ഷം വാരിയെറിഞ്ഞ നിന്റെ പിആർ കൊണ്ട് മാത്രമാണ്. നീ ആ കപ്പ് എടുത്ത് അങ്ങ് പൊക്കോ, അല്ലാതെ നിനക്ക് ഇവിടെ നിൽക്കാൻ വേറെ ഒരു യോഗ്യതയുമില്ല എന്നായിരുന്നു ബിൻസി പറഞ്ഞിരുന്നത്. ഇതിനിടയിൽ ആദില കുറച്ച് നഗ്നമായ സത്യങ്ങളെല്ലാം പറഞ്ഞു. ആദില പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഞങ്ങൾക്കിടയിലേക്ക് ബിൻസിയുടെയും അപ്പാനിയുടെയും വിഷം കുത്തി നിറച്ചു തന്നത് അനുമോളായിരുന്നു. ബിൻസി എവിക്റ്റ് ആകുന്നതിന് മുമ്പേ ഒരു വൈറ്റ് നൈറ്റ് ഡ്രസ് ഇട്ട് എല്ലാവരുടെയും അടുത്ത് പോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞ് അപ്പാനിയുടെ ബെഡിൻ്റെ കോർണറിൽ പോയി ഇരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ടപ്പോൾ അവൾ പറഞ്ഞു, അപ്പാനിയെ കാണിക്കാൻ വേണ്ടി പോയി ഇരിക്കുന്നത് കണ്ടില്ലേ എന്ന്. അതായത് ബിൻസി ഇട്ടിരിക്കുന്ന ഡ്രസ്സിൻ്റെ നെക്ക് കുറിച്ച് ഇറങ്ങിയിട്ടായിരുന്നു. അപ്പോൾ അനുമോൾ ഉദ്ദേശിച്ചത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾ ബാക്കിയുള്ളത് ഊഹിച്ചെടുത്താൽ മതി. ഇത് കേട്ടപ്പോൾ ഒന്നടങ്കം എല്ലാവരും അനുമോളോട് പല ചോദ്യങ്ങളാണ് ചോദിച്ചിട്ടുള്ളത്. പക്ഷേ അനുമോൾക്ക് ഒന്നിനും മറുപടി ഉണ്ടായിരുന്നില്ല. ബിൻസി പറഞ്ഞു, ഞാനിവിടെ എന്ത് ഡ്രസ്സ് ഇടണം, ആർക്ക് എന്ത് കാണിക്കണം എന്നുള്ളത് ഞാൻ നോക്കിക്കോളാം, നീ ആ കാര്യത്തിലൊന്നും കൺസേൺ ആവണ്ട എന്നാണ് ബിൻസി പറഞ്ഞിരിക്കുന്നത്. നീ ഇവിടെ ഒന്നും കാണിക്കാത്തത് പോലെയാണല്ലോ, നീ കുലസ്ത്രീ ചമഞ്ഞ് നടക്കുകയല്ലേ എന്നായിരുന്നു ബിൻസി പറഞ്ഞിരുന്നത്. ഇതിനിടയിൽ അക്ബർ പറഞ്ഞു, നീ അല്ലേടി സാരി ഉടുക്കുമ്പോൾ കുറച്ച് വയർ കാണിക്കണമെന്ന് പറഞ്ഞത്? അതാണ് സ്ത്രീകൾക്ക് ഭംഗി എന്ന് പറഞ്ഞവളല്ലേ, എന്നിട്ട് വലിയ കുലസ്ത്രീ ചമഞ്ഞ് ഇവിടെ ഇരിക്കുമെന്ന്. നീ അപ്പാനിയോട് സോറി പറഞ്ഞാൽ എല്ലാം തീരാവുന്ന പ്രശ്നം മാത്രമായിരുന്നോ? അതിൻ്റെ ബാക്കി ഞാൻ പുറത്തുനിന്ന് കുറേ അനുഭവിച്ചു. എനിക്കറിയാം അപ്പാനിക്ക് പുറത്ത് ഭാര്യയും മക്കളുമെല്ലാം ഉള്ളതാണ് എന്നുള്ളത്. പിന്നെ ഞാൻ എന്തിനാണ് അവനെ പോയിട്ട് പ്രേമിക്കേണ്ട കാര്യം? എനിക്ക് പറ്റിയ ആളൊന്നും ഇവിടെ ഇല്ല എന്നായിരുന്നു ബിൻസി പറഞ്ഞിരുന്നത്. ഞങ്ങൾ തമ്മിൽ വെറും ഫ്രണ്ട്ഷിപ്പായിരുന്നു, അതാണ് നീ വെറുതെ വളച്ചൊടിച്ചത് എന്നായിരുന്നു ബിൻസി അനുമോളോട് പറഞ്ഞത്. ഞാൻ എവിക്റ്റായി വിഷമത്തിലിരിക്കുന്ന 2ാം ദിവസമാണ് നിന്റെ ഈ ചെറ്റ വർത്തമാനം കേൾക്കുന്നത്. എൻ്റെ ട്രോമ നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ലായിരുന്നു. നീ ഒരു സോറി പറഞ്ഞാൽ ഒതുങ്ങാവുന്നതാണോ ഇതെല്ലാം? ഞാൻ അത്രമാത്രം സൈബർ ബുള്ളിങ് അനുഭവിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നിനക്ക് ഇവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞാൽ മതിയല്ലോ, എന്നിട്ട് നീ നിന്റെ ഭാഗം അങ്ങോട്ട് ക്ലിയറാക്കി. ഞങ്ങളിവിടെ എന്തെല്ലാമാണ് അനുഭവിക്കുന്നത് എന്നുള്ള ഒരു ചിന്ത പോലും നിനക്കില്ല. എനിക്കും ഫാമിലിയുണ്ട്, അവനും ഫാമിലിയുണ്ട്, നീ അതൊന്നും ആലോചിച്ചില്ല എന്നിങ്ങനെ പല കാര്യങ്ങളാണ് ബിൻസി അനുമോളോട് പറഞ്ഞിരിക്കുന്നത്. 2ാം ആഴ്ചയിൽ എവിക്റ്റായ ബിൻസി 94ാം ദിവസം വരെ വെയിറ്റ് ചെയ്തത് അനുമോളെ കിട്ടാൻ വേണ്ടിയായിരുന്നു. അതാണ് ഇന്ന് സംഭവിച്ചത്. അപ്പാനി പറഞ്ഞു, കർമ്മ എന്നുണ്ടെങ്കിൽ നീ അനുഭവിക്കുമെന്ന്. ഒരുത്തി ബെഡ്റൂമിലിരുന്ന് മോങ്ങുന്നത് കണ്ടില്ലേ, അവളുടെ ഗതി നിനക്ക് വരാതിരിക്കട്ടെ എന്നായിരുന്നു അനുമോളോട് അപ്പാനി പറഞ്ഞിരിക്കുന്നത്. അതായത് മസ്താനിയുടെ കാര്യമാണ് ഈ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും നല്ലൊരു കിടിലം വഴക്കാണ് നടന്നിട്ടുള്ളത്. ഷാനവാസ് ഒരു അക്ഷരം പോലും പറഞ്ഞിട്ടില്ല. ഇതിൽ പങ്ക് ഷാനവാസിനുമുണ്ടായിരുന്നു. ശൈത്യയും ആദിലയും നൂറയും അനുമോൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം വെട്ടിത്തുറന്നു പറഞ്ഞു. ഉത്തരം മുട്ടി നിൽക്കുകയായിരുന്നു അനുമോൾ. അനുമോൾക്ക് പല ചോദ്യങ്ങൾക്കുമുള്ള മറുപടി ഉണ്ടായിരുന്നില്ല. മൗനമായി നിൽക്കുകയായിരുന്നു. ഒരുപാട് നേരം ബിൻസി അനുമോളുടെ മറുപടിക്കായി കാത്തുനിന്നു. എന്നാൽ ബിൻസിയുടെ ഒരു ചോദ്യത്തിനും അനുമോൾക്ക് യാതൊരുവിധ മറുപടിയും ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും കിടിലം വഴക്കെന്ന് പറഞ്ഞാൽ കിടിലം വഴക്കായിരുന്നു. ഇതിൻ്റെ ബാക്കി ഇനി നാളെ നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബിബിയുടെ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.